ആലപ്പുഴയിലെ അച്ഛൻ്റെ നാടക പ്രവർത്തനങ്ങൾ, അത് തിരുവരങ്ങ് എന്നുള്ളൊരു നാടക സംഘം രൂപീകരിക്കുകയും ആദ്യകാലത്ത് ഈ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്നൊക്കെ പറഞ്ഞ ചില ഈ അച്ഛൻ്റെ ദൈവത്താറെന്ന് പറയുന്ന തനത് നാടക സങ്കല്പത്തിലേക്ക് വരുന്ന അതിനു മുമ്പ് 2-3 നാടകങ്ങളുണ്ടായിരുന്നു. അതിൽ അഭിനയിക്കാനായിട്ടാണ് പിന്നെ നെടുമുടി വേണുചേട്ടനും ഫാസിലും ഒക്കെ വന്നു ചേരുന്നത്. അപ്പോൾ ഇവരെ കണ്ടെത്തുന്നത് അച്ഛൻ അവിടെ ആലപ്പുഴയിൽ തത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്, അന്ന് കോളേജിൽ ST കോളേജിൽ ഇവരൊക്കെ പഠിക്കാൻ സമയമാണ് വേണുചേട്ടനൊക്കെ. അവരുടെ ഒരു നാടകത്തിനൊരു കോമ്പറ്റീഷന്, അതിൻ്റെ ഫൈനലിൽ പ്രൈസ്, ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് അച്ഛൻ അവർക്ക് സമ്മാനദാനത്തിനായിട്ട് അച്ഛൻ ചെല്ലുകയാണ്. അപ്പോൾ അന്ന് ഇവിടെ കാണുകയും ബെസ്റ്റ് ആക്ടറായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് നാടകം അവരുടെ സെലക്ട് ചെയ്യുകയും, എനിക്ക് തോന്നുന്നു വേണുചേട്ടനാണ് ബെസ്റ്റ് ആക്ടർ അതോ ഫാസിലാണോ എനിക്ക് ഓർമ്മയില്ല, ആർക്കൊരാൾക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സംഭവം. അപ്പോൾ അവരെ കണ്ടപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു, കൂടുന്നോ, എൻ്റെ നാടക സംഘം ഞങ്ങൾ തുടങ്ങുകയാണ്, നിങ്ങൾ കൂടുന്നോ എന്ന് ചോദിക്കുന്നു. അച്ഛനെ സംബന്ധിച്ചോളം അച്ഛനേക്കാളും പ്രായം കുറഞ്ഞവരെയൊക്കെ അച്ഛന് സൗഹൃദത്തിലാണ്. അവരുടെ ഒരു കൂട്ടുകാരനായിട്ടാണ് കാണുക. അപ്പോൾ പോരുന്നോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഒരു എളിമ, എന്താ പറയണ്ട, ഒരു നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളെന്നോ തോന്നുന്നൊന്നുമില്ല. നമ്മൾ സമനാണ്, എല്ലാവരും സമന്മാരായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടക സംഘത്തിലേക്ക് വരികയും പിൽക്കാലത്ത് തുടർന്നുള്ള ആ ദിവസങ്ങളെല്ലാം നമുക്ക് എന്താ പറയേണ്ട ഒരു സന്തോഷ ദിനങ്ങളായിരുന്നു. കാരണം ഇവർ നാടകമില്ലാത്ത സമയങ്ങളിൽ എപ്പോഴും നിത്യസന്തോഷമായിരുന്നു നമ്മുടെ ഈ ആലപ്പുഴ GD സ്കൂളിന് ഓപ്പോസിറ്റുള്ള വീട്ടിൽ വരികയും അവിടെ എന്താ പറയണ്ടേ, വേണുചേട്ടൻ്റെ ഈ അമ്മാവൻ കളിയുണ്ട്. അതായത് അമ്മാവനെ പോലെ സംസാരിച്ച് ഏത് വിഷയവും, കാലിക പ്രസക്തിയുള്ള ഏത് വിഷയവും ആ ഒരു ടോണിൽ വേണുചേട്ടൻ അവതരിപ്പിക്കുക, ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം രസകരമായി മറുപടി പറയുക. അതുപോലെ പാച്ചിക്കയുടെ എന്താ പറയണ്ടേ അനുകരണ കല. ഒരു പ്രാവശ്യം NN പിള്ള നമ്മുടെ ആലപ്പുഴ ടൗണിൽ നാടകത്തിനായി അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് വന്നു. അപ്പോൾ വന്നപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നു, NN സാറ് വന്നപ്പോൾ ഇരുന്നിട്ട്, അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, പാച്ചിക്കയും വേണുചേട്ടനും, കുറേ സംഘങ്ങൾ കുറേ ഉണ്ട്, നാടകത്തിലെ പെട്ട അന്നത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. ഇരുന്നിട്ട് ഇപ്പോൾ വെറുതെ എന്താ പറയണ്ട, അദ്ദേഹത്തോട് പറയാതെ തന്നെ ഇപ്പോൾ ഒരു സാധനം അദ്ദേഹം കാണിക്കും, സർപ്രൈസായിട്ട് കാണിച്ചു. NN പിള്ളയെ അനുകരിക്കുന്ന കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോഴാണ് ഈ അനുകരണകല അന്ന് വളരെ പോപ്പുലർ അല്ലല്ലോ, തുടക്കമായിരുന്നല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം. എൻ്റെ ചെറുപ്പകാലത്തെ, പിൽക്കാലത്തും തിരുവനന്തപുരത്തുള്ള ആ ഒരു കാലഘട്ടത്തിലെ എന്താ പറയണ്ടേ, എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും ചിരിപ്പിച്ചതും അതിന് ഒരു നിറം ചാർത്തിയതുമായിട്ടുള്ള കുറേ ദിനങ്ങളായിരുന്നു അതിനുശേഷം. അതിപ്പോഴും അത് വളരെ കൗതുകത്തോടെയും, കാരണം ഇവരും അച്ഛനുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ ഒക്കെ വളരെ രസകരമാണ്. അച്ഛനീ പിന്നെ നാടകം സംവിധാനം ചെയ്യുന്നത് എന്ന് പറയുന്നത് അന്നൊക്കെ എന്താ പറയണ്ട, ഒരു കൂട്ടായ്മയാണ്. ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എടുക്കും, എന്നിട്ട് അച്ഛനൊന്ന് തീരുമാനിക്കും. അങ്ങനെ അത് തീരുമാനിച്ചതായിട്ട് അവർക്ക് തോന്നുന്നില്ല, എന്നാൽ അതിനൊരു ഇതാണ് അച്ഛൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ദൈവത്താർ എന്ന് പറഞ്ഞ നാടകം ആലപ്പുഴ വെച്ചാണ് തുടങ്ങുന്നത്. ആ ദൈവത്താർ എന്ന നാടകം ഒരു കാലൻ കണിയാൻ എന്ന ഒരു വേഷം വേണുചേട്ടനെ കണ്ട് എഴുതിയ ഒരു ക്യാരക്ടറാണത്. ഉടനീളം ഇങ്ങനെ ഒടുക്കും വായിച്ചിട്ട് സ്റ്റേജിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ക്യാരക്ടറാണ് കാലൻ കണിയാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതിൽ എന്താ പറഞ്ഞാൽ ആ ഒരു നാടകത്തിലാണ് പിൽക്കാലത്ത് അത് കളിച്ചപ്പോൾ, അതിൻ്റെ ഒരു ഷോയിൽ, അത് അവിടെ ആലപ്പുഴയിലാണ് കളിച്ചത് ആദ്യമായിട്ട്. അത് കളിച്ചപ്പോഴാണ് CN ശ്രീകണ്ഠനായർ എന്ന് പറഞ്ഞ നാടകകൃത്തും നാടക സംവിധായകനും
അദ്ദേഹം ഇത് കാണാൻ വരികയും ജി ശങ്കരപ്പിള്ളയുണ്ട്, അതുപോലെ നാടക പ്രവർത്തകർ, നാടക സംവിധായകരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചാടി എണ്ണീറ്റ് പറഞ്ഞു, ഇതാണ് തനത് നാടകവേദി എന്ന് പറയുന്നത്. അദ്ദേഹം ചാടി എണ്ണീറ്റ് പറഞ്ഞു, നമ്മുടെ റൂട്ട്സിലേക്കുള്ള ഒരു നാടകം ഇതാണ് എന്ന്. നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ സങ്കല്പത്തിലുള്ള തനത് നാടകം ഇതാണ് എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റ്, ഒരു ചാടി എണ്ണീറ്റ് സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ്. ഈ നാടകത്തിലെ റിഹേഴ്സലൊക്കെ ഞങ്ങൾ നിത്യവും ഞങ്ങളുടെ അടുത്തൊരു ഒരു ഹാളുണ്ട്, അവിടെ പോയി നിത്യം ഇത് കാണാറുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ പല ഡയലോഗ്സും എനിക്ക് അക്കാലത്ത് കാണാപ്പാഠമായിരുന്നു. ഈ ഒരു എന്താ പറയുക, നാടക ഒരു ട്രാൻസ്ഫോർമേഷനുണ്ട് അച്ഛൻ്റെ നാടക ഈ ഒരു തനത്ത് സങ്കല്പത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ തുടങ്ങിയ കാര്യമാണ്. അച്ഛൻ ആലപ്പുഴയിലേക്ക് കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കാൻ ഇടയായത്, അച്ഛന് ആലപ്പുഴ കോടതിയിൽ, ആ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാനും കൂടിയായിരുന്നു. അപ്പോൾ അച്ഛൻ ബിരുദം എടുത്തത് ചെന്നൈയിൽ നിന്നാണ്. അത് ആ ഒരു കേസ്, ഒരു പ്രമാദമായ ഒരു കേസ്, പക്ഷെ അത് കോടതിയിൽ എത്തിയില്ല. അതിനു മുമ്പ് അത് അവരുമായിട്ട് രമ്യതയിലെത്തി, രണ്ട് പാർട്ടികളും രമ്യതയിലെത്തി അതിനെ അങ്ങനെ ഒരു പര്യവസാനിക്കായിരുന്നു ആ കേസ്. പിന്നെ അവിടെ നിന്നില്ല. അപ്പോൾ ആ സമയത്താണ് അച്ഛന് പിന്നെ സംഗീത നാടക അക്കാദമി തൃശ്ശൂർ സെക്രട്ടറി ആയിട്ട് ഒരു ജോലി വന്നത്. അപ്പോൾ അതൊരു 10 വർഷത്തോളം അത് നീണ്ടു. ഏതാണ്ടൊരു 70കളുടെ ആദ്യം വരെ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ആലപ്പുഴയിൽ നിന്ന് ഏതാണ്ട് എല്ലാ ആഴ്ചയും പിന്നെ പോയി വരുമായിരുന്നു. ഒരു 3 ദിവസം 4 ദിവസം അവിടെ താമസിച്ചിട്ട് വരും. അപ്പോൾ കാറിലിങ്ങനെ ഓടിച്ച് പോയി. അപ്പോൾ കൂടെ ആരെങ്കിലും കാണും ഓടിക്കാനായിട്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഓടിച്ചു പോകും. അങ്ങനെ ഒരിക്കൽ ഒരു സംഭവം, അതായത് ഓടിച്ച് ഇപ്പോൾ ചേർത്തല അടുത്ത് എത്താറായപ്പോഴത്തേക്കും എന്തോ ഒരു എതിരെ ലോറി വന്ന് അതിങ്ങനെ ഇടിച്ചു. അപ്പോൾ ഈ സംഭവം അന്നത്തെ ഈ ലാൻഡ് ഫോണിൽ വീട്ടിൽ വിളിച്ച് പറയുകയാണ്. പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ പിന്നെ സഹോദരൻ, അച്ഛൻ്റെ അമ്മയുടെ സഹോദരന്മാർ ഇവരെല്ലാം പേടിച്ച് അവിടെ ചെല്ലുകയാണ്, ആ സ്പോട്ടിൽ ചെല്ലുകയാണ്. ചെന്നപ്പോഴത്തേക്കും അച്ഛനെ അവിടെ കാണാനില്ല, ഇടിച്ച വണ്ടി അവിടെ കിടപ്പുണ്ട്. അച്ഛനെ അന്വേഷിച്ച് എവിടെ പോയി? അപ്പോൾ അച്ഛൻ അവിടെ അപ്പുറത്തൊരു മരത്തിൻ്റെ തണലിലിരുന്ന് ഒരു കവിത കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആൾ. ഏത് സാഹചര്യത്തിലും എന്താ പറയേണ്ടത്, മനസ്സാന്നിധ്യം കൈവിടാതെ തൻ്റെ കിട്ടുന്ന സമയം തൻ്റെ എന്താ പറയേണ്ടത് ആ സർഗസൃഷ്ടിയിൽ മുഴുകുക എന്നുള്ളത് അച്ഛൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു സംഭവമാണ്. എപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും ശരി വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും കുറിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ചിന്തകൾ കവിതയായിട്ടോ അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു ബീജമായിട്ടോ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അന്ന് ഓടിച്ചിരുന്ന അച്ഛൻ്റെ ഒരു അനന്തരവൻ ആണ് ഓടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അത് കാറിൻ്റെ കാര്യം അവിടെ കിടന്നു. അത് പിന്നെ അവർ നോക്കി. അച്ഛൻ പിന്നെ പതുക്കെ എങ്ങനെ പോകുന്നു. ഇതൊരു മനസ്സിൽ കയറിയില്ല. ഈ ഒരു സംഭവത്തിൻ്റെ ആഘാതമോ ഒന്നുമില്ല. ഇതൊരു വലിയൊരു, ഞാൻ പിൽക്കാലത്ത് എനിക്ക് കിട്ടിയൊരു പാഠമാണ്. കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കവിത എഴുതുന്ന ഒരു സമയത്തോ ഒക്കെ അച്ഛൻ ഇരിക്കുകയാണെങ്കിൽ ചുറ്റും വെടി പൊട്ടിച്ചാൽ പോലും അറിയില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നടന്നു വരാത്തൊരു കാര്യമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അങ്ങോട്ട് പോകും. ഡിസ്റ്റർബൻസിന് അച്ഛന് ഒരു വിഷയമേ അല്ല. ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു സാധനം തോന്നിക്കഴിഞ്ഞാൽ അത് മുഴുമിക്കുക, മറ്റേതൊന്നൊരു വിഷയമല്ല. നമ്മളെപ്പോഴും ഒരു ട്രാൻസിലാണ് എപ്പോഴും കാണുക. ഈ സൃഷ്ടിയുടെ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണും മോഹവും കണ്ടറിയാം, ഒരു ട്രാൻസാണ്. പിന്നെ എന്ത് ചെയ്താലും അനങ്ങില്ല, ശ്രദ്ധിക്കില്ല. പിന്നെ കൈകൊട്ട് വിളിച്ച് പ്രാപഞ്ചിക ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിച്ചിങ്ങനെ അതിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരണം ഒരവസ്ഥയാണ്. അപ്പോൾ അത് വീട്ടുകാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കിയിരുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിലൊരു കലാപരമായ ഒരു കാര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അക്കാലത്ത് ഈ അക്കാഡമിയിൽ ജോലിയുടെ സമയത്താണ് അച്ഛന് ഒരിക്കൽ
അപ്പോൾ അതിനുവേണ്ടി പിന്നെ ശബ്ദശേഖരണം, ചില പാട്ടുകൾ, ചില പഴയ പഴയ നാടൻ പാട്ടുകളൊക്കെ എടുക്കാനായിട്ട് പല സ്ഥലങ്ങളിലും അച്ഛൻ യാത്ര ചെയ്തിട്ടുണ്ട്. പലരെയും ഇപ്പം അവനൂർ മാധവ ചാക്യാർ, അതുപോലെ പിന്നെ സോപാന ഗായകനായ ജനാർദ്ദനൻ നെടുങ്ങാടി, പിന്നെ ഗുരുവായൂരൊക്കെ പാടിക്കൊണ്ടിരുന്ന സാമാന്യ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഞാൻ അന്ന് ഭ്രമിച്ച് കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഷ്ടപതി പാട്ടുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുവഴിയാണ് കേൾക്കുന്നത്. അവിടെ അക്കാഡമിയിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, സ്കൂൾ റെക്കോർഡറിൽ ഇങ്ങനെ കേൾക്കും. അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കുട്ടിക്കാലത്തെ തൊട്ടേ കിടക്കുന്ന ഒരു കാര്യമാണ്. സംസ്കാരം, സംഗീത സംസ്കാരം, നാടക സംസ്കാരം, ഇതൊക്കെ മനസ്സിൻ്റെ കോണിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരിക്കൽ കോട്ടയത്ത് ഒരു ഉൾനാടൻ പ്രദേശത്ത്, ഉൾനാടൻ ഒരു 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 ഉൾവനത്തിൽ, ഒരു അന്നൊക്കെ ഈ വനങ്ങൾ കോട്ടയത്ത് എന്താ പറയുക, അവിടുത്തെ കലാരൂപങ്ങൾക്ക് വളരെ വളരെ പ്രിവലൻ്റ് ആയിരുന്നു. പള്ളിയൻ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയുടെ, പള്ളിയൻസ് എന്ന് പറയുന്ന വളരെ കോട്ടയത്തെ ഒരു കാടിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരുടെ പാട്ട് അവരുടെ അബോറിജിനൽ മ്യൂസിക്കാണ്. വളരെ പഴയ എന്താ പറയേണ്ട ഒരു രീതിയിലുള്ള ഒരു സംഗീതമാണ്. അത് റെക്കോർഡ് ചെയ്യാനായിട്ട് അച്ഛൻ ഹംഗറി എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വന്ന ഒരു എക്തനോ മ്യൂസിക്കോളജിസ്റ്റ് ഉണ്ട്. എൻ്റെ ആ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. റുഡോൾഫ് വിഗ് എന്ന് പറയുന്ന ഒരു എത്നോ മ്യൂസിക്കോളജിസ്റ്റാണ്. മറ്റു ജീവിതത്തിലെ പല സംഭവങ്ങളും മറന്നു, പക്ഷേ ഈ കുട്ടിക്കാലത്ത് ഇത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹവുമായി ഇത് പോയി ശേഖരിക്കുകയും ആ പാട്ടുകൾ ഞാനും കേട്ടിട്ടുണ്ട്. ആ പാട്ടുകൾ കേട്ടിട്ട് പിൽക്കാലത്ത്, അതൊന്നൊന്നുമല്ല, അത് കേട്ടിട്ട് ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. പിൽക്കാലത്ത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷമാണ് ഒരു രാജീവനാഥിൻ്റെ ഒരു സംരംഭത്തിൽ, അത് പിന്നെ വെളി വന്നില്ല, പക്ഷേ ഗ്രാമത്തിൽ നിന്ന് എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് വേണുചേട്ടനാണ് അതിൻ്റെ ഹീറോ. അതിൽ ഈ ഒരു സംസ്കാരത്തിലുള്ള ഒരു പാട്ട് ചെയ്യാനിടയായി. ഞാനാ സംഗീതം കൊടുക്കാനിടയായി. അപ്പോൾ അച്ഛനാണ് ഇത് ഓർമ്മിപ്പിച്ചത്. ഇങ്ങനൊരു സംഭവം നമ്മൾ പണ്ടെടുത്തിരുന്നു, ഞാനത് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് മലയിറങ്ങി 2 മലകളിലിരിക്കുന്ന അവിടുത്തെ മൂപ്പന്മാരും മറ്റേ മലയിലെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരാളോട് കല്യാണം പിന്നെ അന്വേഷിച്ച് ചെല്ലുകയാണ്. ഇന്ന ഒരു കല്യാണം കഴിപ്പിക്കാനായിട്ട് ആ അന്വേഷണത്തിനായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ആ പാട്ട് വരുന്നത്. അപ്പം മലയിറങ്ങി വந்தானே വந்தനാറ് അവനെ മാടി മകിന്തണയ്ക്ക മങ്കയാളേ നീ വിരുന്തൂട്ടി ഒരു കൂട്ടി മങ്കയാളേ പൊന്നാകമൊഴിഞ്ചാറ് വந்தനാറ് മങ്കയാളേ മങ്കയാളേ വந்தനാറ് തലക്കെട്ടി പൂവൻ കാട്ടി തളിക്കാവിൽ പൂരക്കോട്ടി എലേലം കരടി കാട്ടുവഴിയേ വെരുളിമാൻ മേട്ടുവഴിയേ കാട്ടാന ഈട്ടിമേലെ പുറഞ്ചൊറിയും വഴിയേ വந்தനാറ്. വന്ന വഴിയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇതാണ് കാട്ടാന ഈട്ടിമേലെ പുറഞ്ചൊറിയും വഴിയേ വந்தനാറ്. ഇപ്പം കാട്ടിനുള്ളിലെ വഴിയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനമാണത്. ഇത്തരം ആർക്കൈവിക്കായിട്ടുള്ള എന്താ പറയുക വാക്കുകൾ ഉപയോഗിച്ച് അച്ഛന് ഉണ്ടാക്കിയൊരു പാട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ഭാഗമാകാൻ അക്കാലത്ത് എനിക്കും സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ആലപ്പുഴ വെച്ച ഈ നാടക സംരംഭത്തിനൊക്കെ മുന്നേ അച്ഛനൊരു എന്താ പറയുക, അച്ഛൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ചില റിഹേഴ്സൽസ് നടത്തുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, കാക്കാരിശ്ശി നാടകം എന്ന് പറയുന്നൊരു സംഭവം വളരെ പണ്ടുകാലത്ത് പ്രസിദ്ധമായിരുന്നു. പക്ഷേ അച്ഛനെ ഒന്ന് അച്ഛൻ്റെ അതെല്ലാം കളക്ട് ചെയ്ത് അച്ഛൻ്റെ രീതിയിൽ അച്ഛൻ അത് എഴുതുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തു കുറേ സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ എനിക്കിപ്പോഴും അത്
അന്ന് അത് ആ ദിവസവും വീട്ടിൽ വെച്ചായതുകൊണ്ട് അതൊരു ഒരു ഒരു സംസ്കാരമാണല്ലോ, അതൊരു പരമായിട്ടുള്ള കാഴ്ച കാണുക, അത് കേൾക്കുക, അതിൻ്റെ പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ ഒരു നമ്മുടെ ചെവിയിൽ ഇതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, മനസ്സിൽ കിടപ്പുണ്ട്. അതൊക്കെയാണ് പിൽക്കാലത്ത് എന്നെ പലതും കമ്പോസ് ചെയ്യാനൊക്കെ സഹായിച്ചതാണ് ഇൻഡയറക്റ്റായിട്ട്. ആ കക്കാരിച്ച നാടകത്തിൽ ഈ ചെപ്പുകിടം ഇങ്ങനെ ഉരുണ്ട് പോയിട്ട് കുളത്തിൽ വീണ് അങ്ങനെ മുങ്ങുന്ന ഒരു സംഭവം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ കോമാളി എന്ന് പറഞ്ഞ കഥാപാത്രമാണെന്നാണ് തോന്നുന്നു. അപ്പോൾ അതിലത്തെ ഏകപ്പെട്ട ദ്വിപട്ട ത്രിപുട്ട ചതുർ പഞ്ചപട്ട ഷഷ്ടാടപത ത്രിപുത കുതുഢീം കൃപിടങ്കോ മങ്കോട അടിമടി ഇടിമ കുപകപ കൂപ്പാ കൂപ്പാക്കർ എന്നുവെച്ചാൽ കൂപ്പത്തിലേക്ക് ഇങ്ങനെ പതിക്കുന്ന ആ കുടം ഇങ്ങനെ പോയി അതിലേക്ക് പതിക്കുന്ന ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പിൽക്കാലത്ത് അച്ഛൻ്റെ ഒരു പാട്ടിൽ എൻ പി രാധാകൃഷ്ണനൊക്കെ ചെയ്ത ഒരു പാട്ടിൽ പിന്നെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കക്കാരിച്ച നാടകം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് റിവൈവ് ചെയ്തതാണ് അച്ഛനായിട്ട്. അച്ഛൻ്റെ കോൺട്രിബ്യൂഷനോടുകൂടി അച്ഛൻ എഴുതിയും പഴയതൊക്കെ കളക്ട് ചെയ്തും അന്ന് അവൈലബിൾ ആയിരുന്നു ഇതൊക്കെ. ഈ സംസ്കാരവും ഈ പാട്ടുകളും ഒക്കെ അന്ന് നമുക്ക് കളക്ട് ചെയ്താൽ കിട്ടുന്ന കയ്യെത്തുന്ന ദൂരത്ത് ഇതൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇന്ന് അതൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അന്ന് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ ഇതിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഇതൊക്കെ നാടകത്തിൻ്റെ മുന്നോടിയായിട്ട് നടന്ന ചില ഒരുക്കങ്ങളാണ്, നാച്ചുറലായിട്ട് അറിയാതെ സംഭവിച്ച ചില ഒരുക്കങ്ങളാണ്. ഇതിനോടൊപ്പം ജീവിതത്തിൽ തത്രപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. കാരണം വരുമാനമില്ല, അക്കാഡമിയിലെ അത് കഴിഞ്ഞു, അവിടെ ഒന്നുമില്ലാതെ നിൽക്കുന്ന കൃഷിയാണെങ്കിൽ നഷ്ടം. അപ്പോൾ ഒരു കൃഷി നോക്കാനെന്ന് പറഞ്ഞ അച്ഛന് ആലപ്പുഴയിൽ നിന്ന് കാവാലത്തേക്ക് പോകും. അപ്പോൾ ഒരു തവണ എന്നെയും കൂടെ കൂട്ടി, അന്ന് ഞാൻ പഠിക്കുന്നത്, അപ്പോൾ എൻ്റെ ഒരു വെക്കേഷൻ മറ്റുമാണ് ആ യാത്ര ഉണ്ടായിരുന്നത്. അത് പോയപ്പോൾ നല്ല പച്ചപ്പുള്ള പാടത്തൂടെ ഇങ്ങനെ അച്ഛൻ നടന്ന് ഞങ്ങളുടെ കൃഷി ഇടത്തിലേക്ക്, ആ ഒരു മാടത്തിലേക്ക് എത്തുകയാണ്. എത്ര മനോഹരമായ സ്ഥലം! ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ പച്ചപ്പ് ഇങ്ങനെ കിടപ്പുണ്ട്. ആ ഗ്രാമത്തിലെ, ആ കാവാലം ഗ്രാമത്തിലെ ആ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അന്ന് നടക്കുന്നത് ഈ നെല്ല് ഇങ്ങനെ പിന്നെ എന്താ പറയണ്ടത്, അതിൻ്റെ ആ പ്രവൃത്തി നടക്കുകയാണ്. അതിൻ്റെ പാട്ടൊക്കെ കുറേ കേൾക്കാം. ഈ എന്താ പറയുക, ചക്രപ്പാട്ട് ഒക്കെ ഇങ്ങനെ അവിടെ കേൾക്കാം. ഇങ്ങനെ ഇത് അച്ഛൻ അവിടെ ചെന്ന് അതിൻ്റെ കൃഷി നോക്കാനായിട്ട് ചെല്ലുന്ന അച്ഛൻ, ഞാൻ പിന്നെ കാണുന്നത് ആ മാടത്തിൽ അവിടെ ഇരുന്നിട്ട് കവിത എഴുതുക, നോട്ടമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് കൃഷി നഷ്ടപ്പെട്ടത് പലതും. അപ്പോൾ നമ്മുടെ നോട്ടക്കാരൻ ഇതെല്ലാം അടിച്ചുകൊണ്ട് പോവും, അതൊക്കെ നടക്കും. അന്ന് അച്ഛൻ അതിനൊന്നും വലിയ കുറ്റബോധമോ അല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാം ഹാപ്പി ആയിട്ടാണ് എല്ലാം സ്വീകരിക്കുന്നത്. വരുമ്പടി ജീവിക്കുന്ന ഒരു ജീവിതം തുടങ്ങിയതാണ് അച്ഛൻ. അത് കണ്ടാണ് ഞാനും ശീലിച്ചത്, ഞാനും വരുമ്പടി. അപ്പോൾ അത് അങ്ങനെ ഞാൻ കണ്ട് ശീലിച്ചതേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൃഷി നോട്ടം, ഇതൊക്കെ അച്ഛൻ്റെ പിൽക്കാലത്തെ ഒരു സ്വത്തായി മാറി. എന്താ പറയേണ്ടത്, ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഉറവിടമായി ഈ സംഭവങ്ങൾ, ഈ പച്ചപ്പ്, ഇതെല്ലാം മാറി. അച്ഛന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഗ്രീസിൽ പോയാലും USA പോയാലും അവിടെ കാണുന്ന പിന്നെ സൂര്യോദയം എന്ന് പറയുന്നത് എൻ്റെ കാവാലത്തിരുന്ന് ഞാൻ കാണുന്ന, എൻ്റെ കാവാലത്തെ സൂര്യോദയമാണ് അല്ലെങ്കിൽ സൂര്യാസ്തമനമാണ് ഞാൻ കാണുന്നത്, എവിടെ പോയാലും കാണുന്നത്. അതുപോലെ നാടുമായി അഭേദ്യ ബന്ധം സാഹിത്യത്തിൽ, എന്താ പറയുക, സംഗീതത്തിലും അച്ഛൻ്റെ കവിതകളിലും ഒക്കെ പുലർത്തിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഈ കാവാലത്ത് ചില ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ വേലു. അതായത് ഈ നമ്മുടെ പിണി ഒഴിക്കാനായിട്ട് പറ കൊട്ടി ഓരോ വീടുകളിലും കയറി ഇറങ്ങും. അത് അടുത്ത കാലത്ത് വരെ അങ്ങനെ ഒരു വേലുവിനെ കണ്ടിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ നെടുമുടി, ആ കുട്ടനാട് സകല പ്രദേശങ്ങളിലും ഈ വേലു പോകും. അപ്പോൾ അച്ഛൻ അതെല്ലാം ഒരു കഥാപാത്രമായി ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ആ കാവാലം കവിതകളിൽ പിൽക്കാലത്ത് പാടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറകൊട്ടിച്ചകൃത ചകിച്ചും പാണ്ഡവകഥവാ മൊഴിവെച്ചും
കരിക്കാടിക്കുഴറി ഭാരതമലയത്തിരു താവഴി കിട്ടിയ വേലൻ വേലു ചകിർത്ത ചക്കി ചഞ്ചകി ചകി ചകി ച ചകിർത്ത ചക്കി ചഞ്ചകി ചകി ചകി ച ചകിർത്ത ചക്കി ചഞ്ചകി ചകി ചകി ച. ഈ ചകിർത്ത ചക്കി എന്ന് പറയുന്ന ഈ വേലു എന്താണ് പറയില്ലേ, വേലപ്പറ, അതിൽ കൊട്ടി പാടുന്ന ആ ഒരു ഇതിനെയാണ് ചകിർത്ത ചക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അച്ഛനൊരു താളമാക്കി ചകിർത്ത ചക്കി ചഞ്ചകി ചകി ചകി ച ഇങ്ങനെ പറയുന്നത് ആ ഒരു ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കവിതയാണ്. വേലനു കലി കയറുകയാലേ പോവത് തലകോഴിക്കല്ലോ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. വേലിന് കലി കയറുന്നത് കൊണ്ട് കോഴിയുടെ തലയാണ് പോകുന്നത്, എങ്ങനെ പിടിച്ച് എന്താണ് കോഴിയെ ഇങ്ങനെ കൊല്ലുന്നത്. അങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു കവിതയിലും നാടകത്തിലും ഒക്കെ പിൽക്കാലത്ത് ഈ കണ്ടിന്യൂറ്റിയാണ് അച്ഛൻ്റെ തുടർച്ചയുണ്ട്. ഈ നാട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരം, അവിടുത്തെ കാവും അളവും ചേർന്നതാണ് കാവാലം എന്നാണ് അച്ഛൻ പറയുന്നത്. നമ്മുടെ മുമ്പിലൂടെ ഒഴുകിയിരുന്ന ഒരു ആറുണ്ട്, അതിനെ പൂക്കൈതയാറെന്നാണ് അറിയപ്പെടുന്നത്. ആ പൂക്കൈതയാറ് അവളൊരായിരം കഥ പറഞ്ഞിട്ടും തീരാത്ത കഥകളൻ ഗ്രാമത്തിൻ ചെവിയിൽ. ഇത് 2-3 പാട്ടുകൾ ഈ പൂക്കൈതയാറ് എന്ന് പറയുന്ന സങ്കല്പം അച്ഛന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവനവൻ്റെ ചുറ്റും കണ്ടിരുന്ന പ്രകൃതിയെപ്പറ്റിയും അവനവൻ്റെ നാട്ടിലെ സൂര്യോദയത്തെ പറ്റിയും അവിടുത്തെ എന്താ പറയേണ്ട പച്ചപ്പിനെ പറ്റിയും ഒക്കെയാണ് അച്ഛൻ കവിതയും ഒക്കെ ആക്കിയിരുന്നത്. പുറകിലെ ഒരു കാവുണ്ടായിരുന്നു, സർപ്പക്കാവ്. അപ്പോൾ ആ കാവിൽ അതിൻ്റെ ചുറ്റുമുള്ള മതിലൂടെ ഞാൻ ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഒരിക്കലും അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ കുറുക്കേ ഒരു പലക ഇട്ടിട്ടുണ്ട്. മൂടിയിട്ടൊന്നുമില്ല, കിണർ വേറെ ഒന്നുമില്ല. അത് പക്ഷേ നമ്മുടെയൊക്കെ കയറാൻ പറ്റുന്ന ഹൈറ്റിലുള്ളൊരു കിണറായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ഒരിക്കൽ ആ കിണറിൻ്റെ ആ നടുക്കുള്ള പാലത്തിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പുറകിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇതിങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാണ്.